ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉന്നക്കായയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 8 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത്തപ്പഴം അധികം പഴുക്കാൻ പാടില്ല. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഇതുപോലെ നെടുകെ കീറിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കറുത്ത സീഡ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയില്ലേ, അതുപോലെ പുഴുങ്ങിയിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് സീഡ്സൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഏത്തപ്പഴമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഏത്തപ്പഴമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു മാഷർ വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താലും മതി. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിത് ഉടച്ചെടുക്കുമ്പോൾ ചൂടോടുകൂടെ തന്നെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷം ഉടയ്ക്കാൻ പോയാൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെറുതായിട്ട് ഇത്തിരി വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ടും പിന്നെ നമ്മളിത് എടുത്തതിന് ശേഷം വെള്ളം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ബദാം ചെറുതായിട്ട് നുറുക്കിയതും അതുപോലെ കാഷ്യൂനട്ട് ഒരു 1/4 കപ്പ് നുറുക്കിയതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ബദാം ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ തന്നെ ചേർത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയ ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ റൈസിൻസൊക്കെ ചെറിയ ചെറിയ കുമ്മളകളായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ നിറം മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൽ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. തേങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ആവാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഏത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് വശം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഏത്തപ്പഴം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോൾ എനിക്കിതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ബ്രെഡ് ക്രംസും അതുപോലെ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായൊക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാവാൻ അധികം ടൈമൊന്നും വരില്ല കേട്ടോ, പെട്ടെന്നാവും. കാരണം നമ്മൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതല്ലേ. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായാൽ മതി, അപ്പോഴേക്കും ഇതായിക്കോളും. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ കളറാവുന്നവരെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായൊക്കെ ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉന്നക്കായൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗണിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.